എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോട്ടലുകളിൽ നിന്നും തട്ടുകടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. നല്ല ക്രിസ്പി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ആർക്കും ഇനി എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാം. ഈ ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള മസാലകൾ തന്നെ മതിയാകും. ഈ ഒരു രീതിയിലൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുവാണെങ്കിൽ 2-3 ദിവസമൊക്കെ കേടാവാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതുമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോയാലോ. ഇനി നമുക്ക് ഹോട്ടൽ രുചിയിലുള്ള ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് ബീഫ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബീഫ് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടാനും ഡ്രൈ ഫ്രൈ തയ്യാറാക്കുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ പീസുകൾക്ക് അധികം നെയ്മയോ ഒന്നും തന്നെ ഉണ്ടാവരുത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ടൊരു കുക്കറിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. കുക്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. ആദ്യം നമുക്ക് ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവില് സോയാ സോസും. ഹോട്ടൽ രുചിയിലുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് സോയാ സോസ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവില് ചതച്ച കുരുമുളക് കൂടി ചേർക്കാം. ഇനി കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ബീഫിന് ആവശ്യമായ കല്ലുപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ബീഫ് നല്ല മയത്തിൽ വെന്ത് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് വിനാഗിരി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങ നീര് കൂടെ ചേർക്കാവുന്നതാണ്. വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഇനി ഒരു 6 വിസിൽ വരുന്നത് വരെയാണ് നമുക്ക് ബീഫ് വേവിച്ചെടുക്കേണ്ടത്. 6 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫിൽ അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് ബീഫ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബീഫിനെ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റാം. ബീഫ് വേവിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. അധികം വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീഫ് പീസുകളാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായി വരും. ഇനി ബീഫിനെ നീളത്തിലുള്ള പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു അളവിലാണ് നമുക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ബീഫ് കറക്റ്റ് ആയിട്ട് വേവിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതും. അതും വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടും. എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബീഫ് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മാരിനേഷനും കൂടി ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു ബേസിന് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൈക്ക് നല്ല കളറൊക്കെ കിട്ടുന്നതിനായിട്ട് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. കൂടെ തന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. വീണ്ടും 1/2 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കണം. ഇനി വേണ്ടത് ബീഫിന് നല്ലൊരു കോട്ടിങ് കിട്ടാനായിട്ട് കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ 2 സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. കോൺഫ്ലോറും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1 സ്പൂൺ അളവിൽ ചതച്ച മുളകും. ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടാനും വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിൽ വറുത്തരിപ്പൊടിയും. ബീഫ് ഫ്രൈ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് 1 സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കാം. പൊടികൾ നല്ല പോലെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർക്കാം. ബീഫിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് വേവിച്ചെടുക്കുമ്പോൾ വെന്തു പോവാണെങ്കിൽ ഇങ്ങനെ എടുക്കാനായിട്ട് വളരെ തന്നെ ബുദ്ധിമുട്ടായി വരും. മസാലകളെല്ലാം ബീഫിലേക്ക് നല്ലപോലെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബീഫ് സ്റ്റോക്കും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. മസാലകൾ പുരട്ടിയെടുക്കുമ്പോൾ അധികം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുത്ത് പുരട്ടിയെടുക്കരുത്. കഷ്ണങ്ങൾ ഈ വിധത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പാകത്തിനായിരിക്കണം. ഇനി കുഴച്ചു കഴിഞ്ഞ ബീഫിനെ നമുക്കൊരു 10 മിനിറ്റ് നേരവും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ബീഫിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകവും. 10 മിനിറ്റിന് ശേഷം ബീഫ് നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീഫ് വാരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ ഇളക്കി കൊടുക്കാതെ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമുക്ക് ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. മൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് തോലോടുകൂടി ചതച്ചുകൂടി ചേർക്കണം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ബീഫിലേക്ക് ഇറങ്ങി നല്ല സ്വാദോടുകൂടി തന്നെ ആയിരിക്കും നമുക്ക്
നമുക്ക് കഴിക്കാനും പറ്റുക. രണ്ട് വശവും നല്ലതുപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. നമ്മൾ ഈ ബീഫിലേക്ക് കളറൊന്നും തന്നെ ചേർക്കാത്തത് കൊണ്ടാണ് ഇതേ ഒരു കളറിലേക്ക് ആയി വന്നിട്ടുള്ളത്. ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ വളരെ റെഡ് കളറായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫ്രൈയിലേക്ക് റെഡ് കളറൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടാമത് ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് ഞാൻ കുറച്ച് പച്ചമുളക് കൂടെ ഒന്ന് കീറിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മുരിഞ്ഞു വന്നപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നമ്മൾ ബീഫ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കരുത്. അതുപോലെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം കാണുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ കൂടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.